ഇന്ന് ഈവനിങ് സമയത്ത് നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന സാക്ഷ്യം പറയുവാനും വചനത്തെ കൂടെ ശുശ്രൂഷിപ്പാനും കടന്നു വന്നിരിക്കുന്ന ആരാന്ന് പറയാമോ? നമ്മുടെ ഏറ്റവും ഒരു പ്രിയമായ ഒരു കർത്താവിൻ ദാസനാണ് തോമസ് എബ്രഹാം. ഇർവിങ്ങിൽ താമസിക്കുന്ന തോമസ് എബ്രഹാം ആണ് കർത്താവിൻ ദാസൻ. കഴിഞ്ഞ തിങ്കളാഴ്ച ഇല്ലായിരുന്നു. ഇന്ന് നമ്മളോട് ഞാൻ അദ്ദേഹത്തിന്റെ സാക്ഷ്യം, പഴയ സാക്ഷ്യം ഒത്തിരി പറഞ്ഞായിരുന്നു. ഞാനത് പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം അത് മറ്റുള്ളവർക്കൂടെ പ്രയോജനമാകുന്ന വിധത്തിൽ യൂട്യൂബിൽ ഇടാൻ ആഗ്രഹിക്കുന്നു. എന്തിനാ യൂട്യൂബിൽ ഇടുന്നതെന്ന് അറിയാമോ? പ്രെയർ മിനിസ്ട്രിയോ ഡാളസ് പ്രെയർ ലൈനെ ഉയർത്താൻ വേണ്ടിയല്ല. ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ ഉള്ള ഒരു മലയാളി വായിച്ചു കഴിയുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടണം. ഏതെങ്കിലും ഐലൻഡിൽ കിടക്കും ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും എവിടെങ്കിലും ആരെങ്കിലും ആ സാക്ഷ്യം കേട്ട് കഴിയുമ്പോൾ അവർ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറെടുക്കണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. ദൈവം നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം അറിയും. നമ്മുടെ നാമോഹത്വത്തിന് വേണ്ടി ഒന്നിനുമല്ല. ദൈവനാമം ഇതിൽ കൂടെ മഹത്വപ്പെടണം, 10 പേർ അനുഗ്രഹിക്കപ്പെടണം. അതൊരു നല്ല ആശയോടുകൂടെയാണ് ചെയ്യുന്നത്. കർത്താവിൻ ദാസനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ 2-3 മാസത്തിന് മുമ്പേ പറഞ്ഞ സാക്ഷ്യം, 2 മാസത്തിന് മുമ്പേ പറഞ്ഞ സാക്ഷ്യങ്ങളോട് ഒന്ന് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനേകം പുതിയ ആൾക്കാർ കടന്നു വന്നിട്ടുണ്ട്. കടന്നു വന്നിട്ടുണ്ട് ഇതുവരെ ആ സാക്ഷ്യം കേൾക്കാത്തവര്. അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ ചില സാക്ഷ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. എല്ലാവരും പ്രാർത്ഥനയോട് ഇരുന്നാട്ട് ദൈവമായ കർത്താവ് സഹായിക്കുമാറാട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്. കർത്താവിന്റെ ദാസനെ ടെസ്റ്റിമണി ഷെയർ ചെയ്യുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു പാസ്റ്റർ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വീണ്ടെടുപ്പുകാരനും ഞങ്ങളെ രക്ഷിതാവും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ യേശുവേ തന്നെ ഞങ്ങൾ വാഴ്ത്തിയാണ്. ഈ സന്ധ്യാസമയത്ത് കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിന്റെ ജനം ഒന്നിച്ച് ആർക്കുകയാണ്. കഴിഞ്ഞ 1 മണിക്കൂർ ദൈവജനം ആർത്തുകൊണ്ടിരുന്നു. ഓരോ കെട്ടുകൾ പൊട്ടിക്കൊണ്ടിരുന്നതിനായി ദൈവത്തെ വാഴ്ത്തിയാണ്. ജോസഫാസനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ച് ഈ പ്രേരണ ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവത്തിന്റെ കർത്താവേ, അടിയന്റെ നാവോടുകൂടെ ഇരിക്കണമേ. അടിയനോട് ദൈവം സംസാരിക്കണമേ. എന്റെ കർത്താവും ദൈവമായ യേശുവേ, അങ്ങോടെ നാമം വാഴ്ത്തപ്പെടുമാറാകണമേ. ആമീൻ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രെയർ ലൈനിലെ കടന്നു വന്ന കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ജീവിതത്തിലും ഈ പ്രെയർ എനിക്ക് വലിയ അനുഗ്രഹമാണ്. കർത്താവിന്റെ ദാസൻ ജോസഫാസനായി പ്രാർത്ഥിക്കുന്നു. തന്റെ ദാസനെ കർത്താവെ ഇത്രത്തോളം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇന്ന് എനിക്ക് പറയുവാനുള്ളത് സങ്കീർത്തനം 66 അധ്യായം അതിന്റെ 16 വാക്യം. സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഒരു യാക്കോബ സമുദായത്തിൽ ജനിച്ചു വളർന്ന് യാക്കോബ കൗമയും ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ രാത്രി 10 മണിയായപ്പോൾ എന്റെ മാതാവ് എന്നെ ആഹാരം കഴിക്കുവാനായി വിളിച്ചു. ആഹാരം കഴിക്കുവാനായി എന്റെ മാതാവ് വിളിച്ചപ്പോൾ ഒരു 10-15 പേരെന്റെ ഭവനത്തിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, അവിടെ ഒരു കള്ളന്റെ ശല്യമുണ്ട്, നമുക്ക് കള്ളനെ പിടിക്കാൻ പോകണം. ഞാൻ അന്ന് അവധിക്ക് നാട്ടിൽ വന്ന സമയമാണ്. കള്ളനെ പിടിക്കുവാനായി ഒരു പിച്ചാത്തിയുമായി, ഒരു ഹെവി ഡ്യൂട്ടി ടോർച്ചയുമായി എല്ലാവരുടെ മുന്നിൽ കൂടി ഞാൻ ഓടുന്ന സമയത്ത് എന്നെ ഇത്രയും കൊച്ചു വീടുണ്ടായിരുന്നു. Sitting up and she was looking at me like when I was climbing up the stairs in front of her door. എന്റെ ജീവിതത്തിൽ കർത്താവ് എന്നെ വഴിതിരിച്ച മാർഗം, രക്ഷാമാർഗത്തിലേക്ക് കടന്നു വരുവാൻ എന്റെ കർത്താവ് എന്നെ വഴിതിരിച്ചു. ഈ കള്ളനെ പിടിക്കുവാൻ പോകുന്ന പോക്കിൽ പണ്ട് ക്രിസ്മസ് പാട്ടൊക്കെ പാടി നടന്ന ഒരു പൊട്ടക്കിണറുണ്ട്.
45 അടി താഴ്ചയുള്ള ഒരു പൊട്ടക്കിണർ. ആ ഓടുന്ന ഓട്ടത്തിൽ ആ പൊട്ടക്കിണറ്റിലേക്ക് ഞാൻ വീഴുകയാണ്. എന്റെ കയ്യിലൊരു കത്തി, മറ്റേ കയ്യിലൊരു ടോർച്ച്. ഈ കത്തി കുത്തി എന്റെ കഴുത്തിലേക്ക് മുട്ടിയിട്ട് കണ്ണിലേക്ക് കയറിയിറങ്ങി. കുട്ടുകുടാ എന്ന് രക്തം എന്നെ ഒലിക്കുകയാണ്. എന്നെ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് ആർക്കും എന്നെ രക്ഷിക്കുവാൻ കഴിയാതെ എല്ലാവരും പകച്ചു നിൽക്കുകയാണ്. ഞാൻ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. എന്നെ രക്ഷിക്കുവാൻ ആർക്കും കഴിയുന്നില്ല. രാത്രി 10:30 മണിയായ സമയത്ത് തൊട്ടിയില്ല, കയറില്ല, കപ്പിയോ ഒന്നുമില്ല. നാട്ടുകാരൊരു മരം കുഴിച്ചു വെച്ച് അതിലൊരു കരിയില കൊട്ട താഴോട്ട് ഇറക്കി ആ കൊട്ടയ്ക്കകത്തേക്ക് കയറുവാൻ പറഞ്ഞു. എനിക്ക് കയറുവാൻ പറ്റുന്നില്ല. എന്റെ കാൽക്കേനിയം ബോൺ ഉപ്പ് ഊറ്റി പൊട്ടി 4 കഷ്ണമായി. ചോര ചീറ്റുകയാണ്. 2 പേര് ഈ വടത്തിൽ കൂടെ കയറി ഇറങ്ങി താഴോട്ട് ഇറങ്ങി വന്ന് എന്നെ കൊട്ടയ്ക്കകത്ത് എടുത്ത് കോലഞ്ചേരി, എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. ആ ഡോക്ടേഴ്സ് എല്ലാം എന്നെ ഉപേക്ഷിച്ചു. അവസാനം ഒരു കാനഡേനിയൻ കൺസൾട്ടന്റ് ഡോക്ടർ പൗലോസ് ചാക്കോ എറണാകുളം ബോർഡ് പൊട്ടിയാൽ തിരിച്ച് വെക്കുന്ന കാനഡയിൽ പഠിച്ച ആ ഡോക്ടറെ എന്റെ കയ്യിലേക്ക് എന്നെ ഏൽപ്പിച്ചു. അയാളും കൈവെടിഞ്ഞു. സകല ഡോക്ടേഴ്സും എന്നെ ഉപേക്ഷിച്ചു. നടക്കുവാൻ വയ്യാതെ വണ്ണം കിടപ്പിൽ കിടന്നു. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തപ്പി പതുക്കെ നടക്കുവാൻ തുടങ്ങി. ആൾക്കാർ പറഞ്ഞു, കടമറ്റം പള്ളി എന്നൊരു പള്ളിയുണ്ട്, അവിടെ ഒരു അവിടെ ഒരു കിണറുണ്ട്. അവിടെ കടമറ്റത്തച്ഛനെ പിടിക്കുവാൻ വന്നപ്പോ ആ കിണറ്റിൽ കൂടി ചാടിപ്പോയി. അതുകൊണ്ട് അവിടെ വന്ന് പൈസ എറിഞ്ഞാൽ സൗഖ്യം കിട്ടും. ഈ കാലി തട്ടി ഞാനും ഈ കടമറ്റം പള്ളി ആ കിണറിനകത്ത് പോയി പൈസ എറിഞ്ഞു. അവിടെ വരുന്നവരൊക്കെ ഡോക്ടേഴ്സ്, സയന്റിസ്റ്റ്, എഞ്ചിനീയേഴ്സ്, അത്ര വിദ്യാസമ്പന്നരാണ്. കടമറ്റം പള്ളിയിലേക്ക് പൈസ വലിച്ചെറിയുവാൻ വരുന്നത് കിണറ്റില്. സാധാരണ ഡോക്ടേഴ്സും ഉപേക്ഷിച്ചു. കടമറ്റം പള്ളിക്കാരും എന്നെ ഉപേക്ഷിച്ചു. അങ്ങനെ എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ട് ഒരു മനുഷ്യനായി ഞാൻ മാറി. പെട്ടെന്ന് ദൈവം ഒരു വഴി ഒരുക്കി. ഈ പൊട്ടക്കാലുമായി അബുദാബി ഡിഫൻസിലേക്ക് ഒരു സെലക്ഷന് ദൈവം ഒരുക്കിയ വഴിയാണ്. എനിക്ക് ഒരു കാരണവശാലും അവിടെ അതിന് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അവിടെ കടന്നുപോയി. അവരെന്നെ ഹയർ ചെയ്തു. അവിടെ ലണ്ടൻകാരൻ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു, ഫെയിലായി. അവിടെ കാനഡക്കാരൻ വേറൊരു ഡോക്ടർ ഷെയ്ഖ് ഫാമിലിപ്പെട്ട വലിയൊരു ഹോസ്പിറ്റൽ, അവിടെ ഓപ്പറേഷൻ ചെയ്തു, അവിടെയും ഫെയിലായി. അവസാനം ഞാൻ കിടപ്പിൽ ദൈവത്തോട് നിലവിളിച്ചു. എന്റെ സാക്ഷ്യമാണ് 66-ാം സങ്കീർത്തനം 16-ാം വാക്യം. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഹല്ലേലൂയ. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് 1989 ജൂൺ മാസം 19-ാം തീയതി അബുദാബി ഡിഫൻസിന്റെ ക്വാർട്ടേഴ്സിൽ കിടന്നുകൊണ്ട് ഞാൻ നിലവിളിക്കുവാൻ തുടങ്ങി. രാത്രി 10:30 മണിയായ സമയത്ത് എന്റെ ആശയച്ചു. ഞാൻ ഇനിയും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒരു തകർവാദിയായി ഞാൻ കട്ടിലിൽ കിടക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യ കർത്താവ് എനിക്ക് തന്നു. ദൈവമേ, ഞാനൊന്ന് മരിച്ചു പോയാൽ എന്റെ ഹല്ലേലൂയ എന്നുവരെ ചിന്തിച്ചു. എന്റെ ജീവിതം കൊണ്ട് എന്റെ കുടുംബത്തിന് പോലും ഉപയോഗമില്ലാതായി മാറി. 1989 ജൂൺ മാസം 19-ാം തീയതി
എന്റെ അവസാന നിമിഷമായി ഞാൻ നിലവിളിക്കുവാൻ തുടങ്ങി. കർത്താവേ, എനിക്കൊന്നറിയാം, വേദപുസ്തകത്തിന്റെ ഒന്നും അറിയില്ല എനിക്ക്. പക്ഷെ യേശു വാർത്തയുടെയും മറുപടിയും സഹോദരനായ ലാസറിനെ സൗഖ്യമാക്കിയ വിഷയം ഞാൻ കേട്ടുവരികയേ ഉള്ളൂ. സൺഡേ സ്കൂളിൽ പഠിച്ചപ്പോൾ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എന്റെ പേര് തോമസ് എബ്രഹാമാണ്. ഞാൻ ദൈവത്തോട് പറയുവാൻ തുടങ്ങി, എന്റെ പേര് പറഞ്ഞു കർത്താവിനോട്, ദാദാ, നീ ദൈവമാണെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, നീ ദൈവമാണെങ്കിൽ എന്നെ സൗഖ്യമാക്കണം. അന്ന് രാത്രി മൂന്ന് നക്ഷത്രം എന്റെ ഭവനത്തിലിറങ്ങി. എനിക്കറിയത്തില്ല അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്, എനിക്കറിയില്ല. അതിനകത്ത് ഈ മൂന്ന് നക്ഷത്രവും കത്തി ജലിച്ചു. അതിനകത്ത് രണ്ട് നക്ഷത്രം മാറിപ്പോയി, ഒരു നക്ഷത്രം കത്തി ജലിക്കുകയാണ്. അതിനകത്തൊരു ശബ്ദം കേട്ടു, നീ കർത്താവായ യേശുവിനെ നീ രക്ഷിതാവായി സ്വീകരിക്കണം. എന്താണ് രക്ഷിതാവായി സ്വീകരിക്കുക എനിക്കറിയില്ല. ഒരു ദൈവദാസനെ എനിക്ക് പരിചയമുണ്ട്. ആ ദൈവദാസനെ ഞാൻ വിളിച്ചു. ഈ കർത്താവായ യേശുവിനെ നീ രക്ഷിതാവായി സ്വീകരിക്കുക എന്ന് പറയുകയും ഒരു അത്യന്ത ശക്തി എന്റെ ശരീരത്തിലേക്ക് വ്യാപരിച്ചു. ഈ ശക്തി എനിക്ക് ഒതുക്കുവാൻ കഴിയാത്തവണ്ണം എന്റെ ശരീരം അങ്ങ് ഉറയ്ക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു സമാധാനം എന്റെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വന്നു. 1989 ജൂൺ മാസം 19 അബുദാബി ഡിഫൻസ് ക്വാർട്ടേഴ്സിൽ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ കടന്നു വന്ന ആ സമാധാനം ഇന്നും നഷ്ടപ്പെടാതെ എന്റെ ഹൃദയത്തിലുണ്ട്. ഈ ശരീരം മുഴുവൻ വിറയ്ക്കുവാൻ തുടങ്ങി. ഞാൻ വായെടുത്ത് കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, ഞാൻ എന്റെ ജീവിതത്തില് 34 വയസ്സ് പ്രായമുണ്ട്, അതുവരെ എന്റെ വാക്കൊണ്ടൊരു സ്തോത്രം പറഞ്ഞിട്ടില്ല. ഒരു വായിലൊരു പാട്ട് വന്നു, യേശുവോട് ചേർന്നിരിപ്പാതെത്ര മോദമേ, യേശുവിനെ ജീവിക്കുന്ന എത്ര ഭാഗ്യമേ. അന്ന് പാടി ദൈവത്തെ സ്തുതിച്ചു. ഞാൻ രാവിലെ എനിക്കറിയാവുന്ന ഒരു ദൈവദാസനെ വിളിച്ചു. ആ ദൈവദാസൻ കടന്നു വന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആ ദൈവദാസൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്നാ പറഞ്ഞത്, എന്തൊരു വിഷയമാണെന്ന് ചോദിച്ചു. റോമർ 10:9 പറഞ്ഞു, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഉള്ളത്തിൽ സ്വീകരിച്ച് വിശ്വസിച്ച് വാഗണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ദൈവമക്കളെ, 1989 ജൂൺ മാസം 19 എന്നോട് ദൈവം വിടവിട്ടു. 20 ഞാൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. രാത്രി അതിനുശേഷം ഒരു വ്യക്തി എന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരും. വെള്ളദൂത വസ്ത്രധാരി. എഫേസ്യർ 2:5 എഫേസ്യർ 2:13-14 വായിക്കുവാൻ. എഫേഷ്യൻസ് എന്ന് പറഞ്ഞ സാധനം എനിക്കറിയില്ല. എനിക്ക് തോന്നിയത് വേദപുസ്തകത്തിലെ വിഷയമായിരിക്കുമെന്ന്. പുതിയ നിയമം മുഴുവൻ അന്വേഷിച്ചു, കിട്ടിയില്ല. ഇൻഡെക്സ് ചെക്ക് ചെയ്തു, എഫേസ്യർ അത് പുതിയ നിയമമാണെന്ന് തോന്നി. എന്റെ ദൈവമേ, എഫേസ്യർ 2 കൃപയാലത്ര രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എഫേസ്യർ 2:13-14 ദൂരസ്ഥനായ നീ ക്രിസ്തുവേശുവിന്റെ രക്തത്താൽ സമീപസ്ഥനായി തീർന്നു. അപ്പൊ എനിക്ക് ഉറപ്പായി ഞാനൊരു ദൈവ പൈതലായെന്ന്. കിടപ്പിൽ കിടന്ന് വലിയൊരു വിശ്വാസം ഹൃദയത്തിൽ വന്നു. കിടപ്പിൽ കിടന്ന് ഒരു തവണ
സത്യവേദ പുസ്തകം വായിച്ചു പഠിച്ചു രോഗിയാൽ കിടന്ന കിടപ്പ. ഞാനൊരു സുവിശേഷത്തിന് പോയിട്ടില്ല, ഒരു ദൈവദാസൻ എന്നോട് സുവിശേഷം അറിയിച്ചില്ല. അങ്ങനെ വേദപുസ്തകം വായിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടണം. ദൈവമക്കളെ, എനിക്ക് നടക്കുവാൻ വയ്യ. 2 സഹോദരന്മാർ എന്നെ തോളെ കൈ ഇട്ട് എന്നെ പൊക്കിയെടുത്തുകൊണ്ട് അബുദാബി ടീം സെന്ററിൽ കർത്താവിന്റെ ദാസൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞ് അഭിഷേകവും കിട്ടി. നിങ്ങളോടൊരു കാര്യം ചോദിക്കാം, എന്റെ ദൈവമക്കളെ, ഞാൻ കർത്താവിനെ പഠിപ്പിക്കുവാൻ പോയി. കർത്താവേ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എന്റെ പേര് തോമസ് എബ്രഹാമാണ്, നീ ദൈവമാണെങ്കിൽ എന്നെ സൗഖ്യമാക്കണം. കർത്താവ് പറഞ്ഞു, നോ, നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. അങ്ങനെ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞ് അവന്റെ വചനം അനുസരിച്ചു കഴിഞ്ഞ് ദൈവം പടിപടിയായി എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കിട്ടിക്കഴിഞ്ഞ് എന്റെ കാലിന് വേദനയ്ക്ക് സൗഖ്യം കിട്ടുന്നില്ല. ഞാൻ എന്റെ കട്ടിലിൽ നിന്ന് അറിഞ്ഞോണ്ട് മറിഞ്ഞ് താഴെ വീണ് കിടന്ന് ഒരു കാലയിൽ നിന്നുകൊണ്ട് മറ്റേ കാൽ നിലത്ത് തൊടുവാൻ പറ്റില്ല. താഴെ കിടന്നുകൊണ്ട് നിലവിളിച്ചു, കർത്താവേ, ഞാൻ രക്ഷിക്കപ്പെടുവാൻ നിന്റെ അടുത്ത് വന്നില്ല. സ്നാനപ്പെട്ട ദൈവസഭയിൽ ഒരു അംഗമാകുവാൻ നിന്റെ അടുത്ത് വന്നില്ല. ഞാൻ വന്നതൊരു സൗഖ്യത്തിനാണ്. നീ എനിക്ക് സൗഖ്യം തന്നില്ല. എന്നാൽ കൃപയാൽ നീ എന്നെ സ്നേഹിച്ച സ്നേഹത്തിനായി സ്തോത്രം. ഞാൻ ഇന്ന് നിന്റെ മകനാണ്. ഞാൻ കരയുവാൻ തുടങ്ങി. കർത്താവേ, നീ എന്നെ ഓർക്കണമേ. പെട്ടെന്ന് അത് ഉച്ചയ്ക്ക് 2 മണി സമയമാണ്. പെട്ടെന്ന് എന്റെ മുറിയുടെ ഭിത്തികൾ ചലിക്കുന്നത് പോലെ എനിക്ക് തോന്നിയാണ്. ഒരു ശബ്ദം കേട്ടു, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്റെ രക്ഷകൻ, മകനെ, നിനക്ക് നടക്കുവാൻ ശക്തി തരും. ഞാൻ താഴെ പായൽ കിടക്കുകയാണ്. ഞാൻ തന്നെ പറഞ്ഞു, അപ്പാ, എന്റെ അപ്പന്റെ ശബ്ദമാണ്. നീ എന്നോട് പറഞ്ഞു നിനക്ക് നടക്കുവാനുള്ള ശക്തി തരുമെന്ന്. ചാടി ആ പായിൽ നിന്ന് ചാടി എഴുന്നേക്കുകയാണ്. ആ എഴുന്നേൽപ്പ് ഇന്നും എഴുന്നേൽച്ച് നടക്കുകയാണ്. ദൈവ പൈതലേ, പൊട്ടക്കിണറ്റിട്ട് ഉപ്പൂറ്റി അടിച്ചു പൊട്ടിച്ചെന്നെ ഒരു ക്രിസ്ത്യാനിയാക്കി മാറ്റിയ ദൈവം, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ കർത്താവിന്റെ പദ്ധതി പ്രകാരം ഈ അമേരിക്കയിലേക്ക് കടന്നു വന്നു. ഇവിടെ കടന്നു വന്ന് ഞാൻ ന്യൂയോർക്കിൽ താമസിക്കുന്ന സമയത്ത് ഇനി എന്റെ ദൈവത്തിന്റെ പദ്ധതികള് വെളിപ്പെടുവാൻ തുടങ്ങിയാണ്. ഇവിടെ ന്യൂയോർക്കിൽ കടന്നു വന്ന് ഒരു പ്രവാചകിയ അമ്മച്ചി എന്റെ ഭവനത്തിൽ കടന്നു വന്ന്, മകനെ, നീ ഇടുങ്ങിയ മുറിയിൽ താമസിക്കാതെ നിനക്കൊരു ഭവനത്തിന്റെ ആവശ്യമുണ്ട്. ഞാനൊരു കർത്താവിന്റെ ദാസിയാണ്. ഞാൻ പറഞ്ഞാലെല്ലാം ദൈവം തരും. നിന്റെ ആഗ്രഹം നീ പറ. നിനക്കൊരു വീട് വേണോ പറ. ഞാൻ പറഞ്ഞു, അമ്മച്ചി, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. 45 അടി താഴ്ചയുള്ള പൊട്ടക്കിണറ്റിൽ വീട് എന്നെ ഒരു ക്രിസ്ത്യാനിയാക്കിയ മാറ്റിയ ദൈവമേ, എന്റെ ജീവിത അവസാനം വരെയും എന്റെ ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് നിത്യത പുലരുമ്പോൾ എന്റെ ദൈവത്തിന്റെ രാജ്യത്തിൽ അടിയനും അടിയന്റെ കുടുംബത്തിനും എത്തണം. ആമച്ചി എന്നോട് പറഞ്ഞു, മകനെ, 36 വർഷമായി എന്റെ ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ എന്റെ ശുശ്രൂഷ ചെയ്യുന്നു. ഇങ്ങനൊരു സാക്ഷ്യം ഞാൻ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. മരിച്ചാൽ സ്വർഗത്തിൽ പോകണം ഒരു വിശ്വാസി. അതിനുള്ള കൃപയ്ക്കായി അമ്മച്ചി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. അമ്മച്ചി പ്രാർത്ഥിച്ച് അമ്മച്ചി പോയി.
അന്ന് രാത്രി ദൈവം എന്റെ മുറിയിൽ പ്രത്യക്ഷനായി. ദൈവം സംസാരിക്കുവാൻ തുടങ്ങി. മകനെ, എന്റെ മകളുടെ മുന്നിൽ നീ പറഞ്ഞ വിഷയം ഞാൻ കേട്ടു. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. 5 ദിവസം ഉപവാസത്തിലിരിക്കുക. അങ്ങനെ 7 തവണ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുക. അങ്ങനെ 5 ദിവസം ഉപവസിക്കും, ഒരാഴ്ച ആഹാരം കഴിക്കും. അങ്ങനെ 7 തവണ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കടന്നുപോയി. അന്ന് ദൈവം മറ പൊളിച്ച് മറ നീക്കി പല പല കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. ദൈവം വ്യക്തമായി എന്നോട് സംസാരിച്ചു. ദൈവത്തിന്റെ ആലോചന പലതും അറിയുവാൻ തുടങ്ങി. മകനെ, നീ എന്റെ സാക്ഷിയാകാമോ? ഒരു ചോദ്യം. അങ്ങനെ 7, 5, 35 ദിവസം ഉപവാസത്തിലിരിക്കുന്ന അവസാന സമയത്ത് ദൈവം സംസാരിച്ചു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്കൊന്നും അറിയത്തില്ല. രണ്ടാമതും ദൈവം ചോദിച്ചു, മകനെ, നിനക്കെന്റെ സാക്ഷിയാകാമോ? നീ എന്റെ മകളോട് പറഞ്ഞത് സ്വർഗത്തിലെത്തണമെന്ന്, എന്നോ നിനക്കെന്റെ സാക്ഷിയാകാമോ? ഞാൻ പറഞ്ഞു, ഇല്ല കർത്താവേ, എനിക്കൊന്നും അറിയയില്ല. മൂന്നാമത് ദൈവം എന്നോട് ചോദിച്ചു, മകനെ, നിനക്കെന്റെ സാക്ഷിയാകാമോ? കർത്താവേ, എനിക്കൊന്നും അറിയില്ല. കർത്താവ് പറയുക, എന്റെ വചനമോ നീ എഴുന്നേറ്റ് നിന്നാൽ മതി. ഞാൻ നിന്റെ വായിൽ ഞാൻ തരുന്നത് നീ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അന്ന് ഞാൻ എന്നെ കർത്താവിന്റെ കയ്യിൽ സമർപ്പിച്ചു. ആകാൻ കർത്താവേ എന്ന് പറഞ്ഞു. അവിടുന്നാണ് എന്റെ ആത്മീയ ജീവിതത്തിലേക്ക്, ശുശ്രൂഷ മണ്ഡലത്തിലേക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായി കർത്താവിനെ നടത്തുന്നത്. അങ്ങനെ ഞാൻ ഈ ഡാളസ് പ്രദേശത്തേക്ക് കടന്നു വന്നു. ദൈവം എനിക്ക് പ്രചോദനം തന്ന് 2.5 വർഷം രാത്രി 11 മണി മുതൽ പ്രാർത്ഥന തുടങ്ങി. രാത്രി 4 മണി 5 മണി വരെ വെളുപ്പിന് 2.5 വർഷം പ്രാർത്ഥന തന്നെ. കൂടെ ചില സഹോദരന്മാരുമായി ഇരിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ദൈവം എന്നോട് പറഞ്ഞു, എന്റെ വചനം എടുത്തുകൊണ്ട് നീ ഇന്ത്യയിൽ പോവുക. ഇന്ത്യയിലെ പണ്ട് പോളിടെക്നിക്കിൽ പഠിക്കാൻ പോയൊരു ചരിത്രമേ എനിക്കുള്ളൂ നോർത്ത് ഇന്ത്യയിൽ. അന്ന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് അഡ്മിഷൻ കിട്ടിയില്ല. 3 മാസമേ അവിടെ നിന്നുള്ളൂ. ഹിന്ദി അറിയാത്തവരുടെ ദേശത്ത് സുവിശേഷം അറിയിക്കുക. ഭാഷയെ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അങ്ങനെ ദൈവം പറഞ്ഞതനുസരിച്ച് ഒരു ദിവസം ഇവിടുന്ന് നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്തേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥന മലയാളത്തിൽ പ്രാർത്ഥിച്ചു. കർത്താവേ, ഇവിടെ സുവിശേഷകന്മാരെ കൊല്ലുകയും വെട്ടുകയും തകർക്കുകയും ചെയ്യുന്ന രാജ്യത്ത് ഞാനിവിടെ വന്നിരിക്കുകയാണ്. ദൈവമേ, നിന്റെ ശബ്ദം കേട്ട് വന്നതാണ്. എനിക്കൊരു കാര്യം വേണം കർത്താവേ. എനിക്ക് 1000 ആത്മാവിനെ എന്റെ കർത്താവിന് വേണ്ടി നേടിയിട്ട് എന്നെ കൊല്ലാവേ എന്ന് പ്രാർത്ഥിച്ചു. അവിടെ ഇരുന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാൻ പോകേണ്ട അടുത്തേക്ക് കടന്നുപോയി. ഹിന്ദി ഭാഷയും അറിയില്ല. இந்த ചർച്ചോടെ രായ്പൂരുള്ള ഒരു പാർശ്വ സഹ ശുശ്രൂഷകൻ, അഭിഷിക്തനായ ഒരു ദൈവദാസൻ 21 ദിവസം ഉപവാസത്തിൽ ഇരിക്കുമ്പോൾ ആ ദൈവദാസനൊരു ദർശനം കിട്ടി. റെയിൽവേ സ്റ്റേഷനിൽ ഒരു വ്യക്തി പ്രാർത്ഥിച്ചു 1000 ആത്മാവിന് വേണ്ടി. നീ മകനെ, നീ കടന്നു എന്ന് ആ വ്യക്തിയോട് പറ, എന്റെ ദാസനോട് പറയുക, 1000-ലധികം
ആത്മാവിനെ ഞാൻ കൊടുക്കുവാൻ തയ്യാറാണ്. അങ്ങനെ ഛത്തീസ്ഗഡിലെ സുവിശേഷ വേല ആരംഭിക്കുവാൻ തുടങ്ങി. മലയാളത്തിൽ പ്രസംഗിക്കും, ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഒരു ഛത്തീസ്ഗഡിന്റെ ഒരു വലിയ ബോർഡർ ഏരിയയിലാണ്. പെട്ടെന്ന് ഒരു ശക്തി എന്റെ ശരീരത്തിലേക്ക് നാവിന്റെ തൊട്ടു. ഹിന്ദി ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വ്യക്തി എന്നെ നോക്കുകയാണ്. ഞാൻ മലയാളം പറയുന്നതിന് പകരം ഞാൻ ഹിന്ദി സംസാരിക്കുവാൻ തുടങ്ങി. എന്റെ നാവിന്റെ ഹിന്ദി ഭാഷ തന്നു. അവിടെ ഇരുന്ന ആൾക്കാർ പറഞ്ഞു, അച്ഛാ പാദ്രി സാഹിബ് ബൈഠോ, ഏ പാദ്രി സാഹിബ് ശുരു ഹോ ഗയാ. അന്ന് മുതല് ഞാൻ ഹിന്ദി പ്രസംഗിക്കുവാൻ തുടങ്ങി. ദൈവ പൈതലേ, ദൈവത്തിന്റെ വിളി നമ്മുടെ ഓരോരുത്തരുടെ പേരും ഉണ്ടെങ്കിൽ നമ്മൾ ആ താലന്ത് വ്യാപാരം ചെയ്താൽ മതി. എല്ലാം ദൈവം വഴിയൊരുക്കും. ആമേൻ, ആമേൻ. അങ്ങനെ ഞാൻ ശുശ്രൂഷയായി ഒരു 1.5 മാസമോളം നിന്നു. അവിടെ ഒരു കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രി 10:30 മണി സമയമായി. ഞങ്ങൾ വണ്ടി ഓടിച്ചു പോവുകയാണ്. ഞങ്ങളുടെ വണ്ടിയുടെ ടയർ പഞ്ചറായി. അവിടെ വണ്ടി നിർത്തിയാൽ ഈ സുവിശേഷ വിരോധി കൊല്ലും. ഞങ്ങൾക്കൊരു മാർഗവുമില്ല. എന്റെ കൂടെ ഒരാളുണ്ട്. പുള്ളി വണ്ടി ഓടിക്കുകയാണ്. 2 പേരേ ഉള്ളൂ. പുള്ളിക്കാരൻ പറഞ്ഞു, നമ്മൾ ഈ ഗ്രാമത്തിൽ ഈ വില്ലേജിൽ കിടന്ന് നമ്മളെ കൊന്നുകളയും. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി എന്ന് പറഞ്ഞ് ഇങ്ങനെ ചീറ്റുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, ആണിവേറി ടയറിൽ കൂടെ കാറ്റി ചീറ്റുകയാണ്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കാൻ പോവുകയാണ്. ഈ കാറ്റ് നീ അവിടെ നിൽക്കണം. ഞങ്ങൾ ചെല്ലേണ്ട സ്ഥലത്തെത്തുന്നിടം വരെ ഈ കാറ്റിനെ നീ ശാസിക്കണം. ഞങ്ങൾ ചെല്ലേണ്ട സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഈ ഏറ് പോകാവൂ. ഏറ് ചീറ്റുന്ന ടയറുമായി 18 കിലോമീറ്റർ ഓടി ഞങ്ങൾ ചെല്ലേണ്ട സ്ഥലത്ത് ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ ടയറിൽ നിന്ന് കാറ്റ് ചീറ്റി 2 മിനിറ്റ് കൊണ്ട് കാറ്റ് പോയി ടയർ പഞ്ചറായി. ദൈവ പൈതലേ, സൃഷ്ടിയോട് നമ്മൾ കൽപ്പിച്ചാൽ ദേശത്ത് നമുക്കെതിരെ നമ്മുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ നാം കൽപ്പിച്ചു കഴിയുമ്പോൾ ആകാശം ചായിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് നാസറായനായ യേശു. പിതാക്കന്മാരോടുകൂടെ ഇരുന്ന ദൈവം, പ്രവാചകന്മാരോടുകൂടെ ഇരുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. വിശ്വസിക്കുക, ദൈവത്തിന്റെ മഹത്വം കാണും. അങ്ങനെ ശുശ്രൂഷയൊക്കെ ചെയ്ത് ഇങ്ങനെ സന്തോഷത്തോടെ പോവുകയാണ്. അവിടെ അങ്ങനെ ആയിരുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ നിന്നെ ഈ ദേശത്ത് കൊണ്ടുവന്നത്, ഈ ദേശത്ത് നിന്ന് അനേകരെ എടുത്ത ദൈവവചനം പഠിപ്പിച്ച ഗ്രാമങ്ങളിൽ ഈ 2 പേരായി സുവിശേഷ വേല എന്റെ നാമത്തിന് വേണ്ടി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പ്രവർത്തനം തുടങ്ങി. ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഞാനിവിടെ തിരിച്ച് എന്റെ ഭവനത്തിൽ കടന്നു വന്നു. എനിക്ക് നോർത്ത് ഇന്ത്യയുടെ സുവിശേഷ വേലയിൽ വ്യാപൃതനായി മുന്നോട്ട് പോവുകയാണ്. എന്റെ കൊച്ചു കുഞ്ഞുങ്ങളെ 2 പേര് സ്കൂളിൽ പഠിക്കുന്നു. കാര്യങ്ങളൊന്നും ഓടുന്നില്ല.
ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇവിടുന്ന് വീണ്ടും നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് ഛത്തീസ്ഗഡിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവേ, ഞാൻ തിരിച്ച് ഇവിടെ വന്ന് ജോലി ചെയ്ത് കിട്ടുന്ന പൈസയുമായി ഇന്ത്യയിൽ പോയി വേല ചെയ്യും. മടങ്ങി വരുമ്പോൾ 10 പൈസ പോലും ഇല്ലാതെ ഭാരപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഛത്തീസ്ഗഡിൽ നിന്ന് രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദൈവ ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വിഷയം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ, എനിക്ക് 3 മാസം ജോലിയും 2 മാസം അവധിയുള്ള ഒരു ജോലി നീ തരണം. അമേരിക്കയിലെ 3 മാസം ജോലിയും 2 മാസം അവധിയുള്ള ജോലി കിട്ടുമോ? ആമേൻ. ഞാൻ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. ഒരു ദൈവദാസൻ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ ആ ദൈവദാസനോട് പറഞ്ഞു, കർത്താവ്, എന്റെ സന്നിധിയിൽ ഞാൻ ഒരു വിഷയം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 3 മാസം ജോലിയും 2 മാസം അവധിയും വേണം. ആളെന്നോട് പറഞ്ഞു, ദൈവത്തെ പരീക്ഷിക്കരുത്. ഞാൻ പറഞ്ഞു, പരീക്ഷിക്കുകയല്ല ദൈവദാസ, ഇതെന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. എന്റെ ഫെയ്ത്ത് അതാ. അങ്ങനെ ഞാൻ ഛത്തീസ്ഗഡില് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, മകനെ, നിനക്ക് ഞാൻ ഷെൽ ഓയിൽ കമ്പനിയിൽ ജോലി ഒരുക്കി വെച്ചിട്ടുണ്ട്. നേരം വെളുത്തെഴുന്നേറ്റ് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഷെൽ ഓയിൽ കമ്പനിയിൽ പെട്രോൾ അടിക്കുന്ന പണി, അത് ആ പണി അല്ലല്ലോ കർത്താവേ, അത് നല്ലൊരു പണിയല്ലല്ലോ കർത്താവേ, ദൈവത്തിന്റെ ആലോചനയാണോ എന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് തിരിച്ചിവിടെ വന്നു. ദൈവമക്കളെ, ദൈവം ഒരു കാര്യം നമ്മളോട് സംസാരിച്ചാൽ അവന്റെ വാക്കിന് മാറ്റമില്ല. ഇവിടെ വന്ന് ഞാൻ ഷെൽ ഓയിൽ കമ്പനിയുടെ വെബ്സൈറ്റ് ചെയ്തപ്പോൾ അതിന്റെ വെബ്സൈറ്റിന്റെ നമ്പർ കിട്ടിയത് ഓസ്റ്റൺ ആണ്, ടെക്സാസിന്റെ ക്യാപിറ്റൽ ഓസ്റ്റൺ. അതിന്റെ മെയിൻ നമ്പറിലേക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞു, സാർ, എന്റെ പേര് തോമസ് എബ്രഹാം, എനിക്ക് ഒരു ജോലി നിന്റെ കമ്പനിയിലുണ്ട്. അത് പറഞ്ഞു, വാട്ട് എ ക്രേസി മാൻ യു ആർ. This company started before Second World War. Why you are calling here? You are a crazy man. Number one, sir, I am not a crazy man. ഞാനൊരു ഭ്രാന്തനല്ല. എന്റെ കർത്താവ്, the God of Israel, എന്റെ കർത്താവ് എന്നോട് സംസാരിച്ചു, എന്റെ ജോലി നിന്റെ കമ്പനിയിലുണ്ടെന്ന്. ആ വ്യക്തി എന്നോട് പറയാണ്, you are a crazy man. ഞാൻ പറഞ്ഞു, no, hold down, I want to transfer this call. ഈ കോൾ ഞാൻ ഡാളസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ആ കോള് ഡാളസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഡാളസ് ഡൗൺ ടൗണിൽ ഷെൽ ഓയിൽ കമ്പനിയുടെ സിസ്റ്റർ കൺസേൺ കമ്പനിയിലേക്ക് മാറ്റി. ഒരു യു ആണ് അതിന്റെ ഇവിടുത്തെ സിഒ. ആ വിളിച്ച ആളെന്നോട് ചോദിച്ചു, നീ എന്തിനാണ് എന്നെ വിളിച്ചത്? ഞാൻ പറഞ്ഞു, സാർ, എന്റെ ജോലി നിന്റെ കമ്പനിയിലുണ്ടെന്ന് അറിഞ്ഞു, അതിനാ വിളിച്ച്. നിന്റെ ജോലി എന്റെ കമ്പനിയിലുണ്ടെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു, എന്റെ കർത്താവായ യേശു എന്നോട് പറഞ്ഞു എന്റെ ജോലി നിന്റെ കമ്പനിയിലുണ്ടെന്ന്. ആ സിഎ, ഇവിടുത്തെ ഡാളസിന്റെ സിഐക്ക് ഈ ലൈൻ ഫോർവേഡ് ആയിപ്പോയത്. അത് പറഞ്ഞു, ഓക്കെ, കം ടു മൈ ഓഫീസ്, ഐ വാണ്ട് ടു സീ യുവർ ഫേസ്. നിന്നോട് ദൈവം പറഞ്ഞെങ്കിൽ നിന്റെ മുഖം എനിക്കൊന്ന് കാണണം, തരാൻ പറഞ്ഞു. എനിക്ക് ഇവരുടെ കമ്പനി എവിടാന്ന് പോലും അറിയത്തില്ല. ഞാൻ ആ കമ്പനിയിൽ അവര് തന്നെ അഡ്രസ് എനിക്ക് തന്നു. ഞാൻ ആ കമ്പനിയിലേക്ക് കടന്നിരുന്നു. ദൈവമക്കളെ,
കരയുന്ന കാക്കക്കുഞ്ഞിനും വയലിലെ മൃഗങ്ങൾക്കും അതിനതിന് തക്കതായ ആഹാരം കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആ ട്രാക്ക് വരണം. നമ്മൾ ആ ട്രാക്കിൽ ഓടണം. ട്രാക്ക് തെറ്റിയാൽ സംഗതി പൊളിയും. ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ട്രാക്കിൽ കൂടെ തന്നെ യാത്ര ചെയ്യാവൂ. ഞാനിവിടെ ചെന്നു. അതിന്റെ സിയുടെ പേര് ഡാനിയൽ ബ്രൗൺ. അവൾ എന്നോട് ചോദിച്ചു, നിന്റെ ജോലി എന്റെ കമ്പനിയിലുണ്ടെന്നത് നിന്റെ ദൈവം, ആ പുള്ളി എന്നോട് ചെയ്യും, നിന്റെ ദൈവം പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് എപ്പോഴാ പറഞ്ഞത്? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു, സാർ ഒരു പേപ്പർ എനിക്ക് താ. രാത്രിയിൽ ഇന്ത്യയുടെ സമയം 2:30 മണി സമയമായി. ഞാൻ പറഞ്ഞു, ഞാനത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എപ്പോഴാ അത് ദൈവം പറഞ്ഞെന്ന് ഞാനത് ഇന്ത്യൻ ടൈമോ അമേരിക്കൻ ടൈമായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. ഞാൻ പറഞ്ഞു, സാർ എന്നോട് ഈ സമയത്താണ് ദൈവം പറഞ്ഞത്. അവിടെ പേഴ്സണൽ സെക്രട്ടറിയെ വിളിച്ചു. വലിയ കമ്പനിയാണ്. അത് പേഴ്സണൽ സെക്രട്ടറിയെ വിളിച്ചത്. നമ്മളെ പൊസിഷനെ എപ്പോഴാ പോസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചു. സെക്രട്ടറി പറഞ്ഞു, ഞാൻ എഴുതി കൊടുത്ത സമയത്താണ് ആ പൊസിഷൻ ഓപ്പൺ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അബുദാബി അല്ല, നോർത്ത് ഇന്ത്യ വെച്ച് ദൈവം സംസാരിച്ച ആ സമയത്ത് എന്റെ ജോലി ഡാളസിലെ ഷെൽ ഓയിൽ കമ്പനിയിൽ ദൈവം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. ദൈവമക്കളെ, നിങ്ങൾക്ക് ആലോചിക്കാവോ ഈ ദൈവം ആരാണെന്ന്? സർവശക്തൻ. അതെ സിസ്റ്ററെ, ഇത് സർവശക്തനാണ്. അവന്റെ ട്രാക്കിൽ നമ്മൾ ഓടിയാൽ മതി. വിത്തൗട്ട് ഇന്റർവ്യൂ, ഒരു ഇന്റർവ്യൂ പോലും ചെയ്യാതെ ഹൈ സാലറിയിൽ എനിക്ക് ജോലി അവിടെ ഓഫർ ചെയ്തു. അങ്ങനെ ഞാൻ ജോലി ചെയ്തു. ജോലി ചെയ്ത് 2.5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, 3 മാസം ജോലി 2 മാസം അവധിയാ. 2.5 മാസം കഴിഞ്ഞപ്പം ഞാൻ എന്റെ വെക്കേഷൻ എഴുതി കൊടുത്തു. എനിക്ക് ഇന്ത്യയിൽ പോകണം, 2 മാസം അവധി തരണം. അപ്പോഴേ ഇവിടെ ഒരു ഫാക്ഷൻ നടന്നിട്ടുണ്ട്. എനിക്ക് ബ്രേക്ക് ടൈം കിട്ടുന്ന സമയത്ത് അവിടെ സായിപ്പന്മാർ മാത്രമേ ഉള്ളൂ, വൈറ്റ്സ് മാത്രമേ ഉള്ളൂ എന്റെ കൂടെ ജോലി ചെയ്യുന്നവര്. എന്റെ ബ്രേക്ക് സമയത്തൊക്കെ ഇവർക്ക് അനേക രോഗങ്ങളുണ്ട്. ഈ ബ്രേക്ക് ടൈമിലൊക്കെ ഇവരുടെ മേലെ തലയിൽ എണ്ണ വെച്ച് പ്രാർത്ഥിക്കും ഞാൻ. ഇവർക്കൊക്കെ സൗഖ്യം കൊടുക്കും. അങ്ങനെ ഒരു വലിയ പദ്ധതി അവിടെ ദൈവം ചെയ്തു കൊടുക്കും. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, ഈ കമ്പനിയിൽ 1 വർഷത്തിലെ 8 ദിവസമേ അവധി കൊടുക്കത്തുള്ളൂ. അപ്പൊ നീ 2 മാസം അവധി ചോദിച്ചാൽ എങ്ങനെ തരാൻ പറ്റും? ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഇന്ത്യയിൽ പോകണം. I want to spread the gospel, unreached area. That's my calling. എനിക്ക് അത് ചെയ്തേ പറ്റത്തുള്ളൂ. ഒരു വിളി എന്റെ മേൽ കിടപ്പുണ്ട്, എനിക്ക് പോയേ പറ്റത്തുള്ളൂ. ആ മനുഷ്യൻ എന്നോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? ലുക്ക് ആഫ്റ്റർ യുവർ ഫാമിലി. നിന്റെ പ്രധാന വിഷയം നിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും നോക്കുന്നതാണോ നിന്റെ വിഷയം, അതോ നീ സുവിശേഷകരെന്ന് പറഞ്ഞ് നീ നടക്കുന്നതാണോ നിന്റെ വിഷയം? ഞാൻ പറഞ്ഞു, സാർ എന്റെ ഭാര്യയെയും മക്കളെയും നോക്കുന്നത് എന്റെ ചുമതലയാണ്. എന്നാൽ എന്റെ കർത്താവിന്റെ വേലയിൽ ഭംഗം വരുവാൻ പാടില്ല. അയാൾ ചൂടായി, റിസൈൻ ദ ജോബ്, ഗെറ്റ് ഔട്ട് മൈ കമ്പനി. ഞാൻ പറഞ്ഞു കൂളായിട്ട് പറഞ്ഞു, സാറേ ഒരു പേപ്പർ ഇങ്ങിതാ, എനിക്ക് റിസൈൻ ചെയ്യാൻ. അയാൾ എന്നോട് പറഞ്ഞു, നീ ജോലി റിസൈൻ ചെയ്ത് നീ കമ്പനിയിൽ നിന്ന് പുറത്തു പോകണം. ഞാൻ എന്റെ റിസൈൻ എഴുതി കൊടുത്തു. ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്തു. 15 ദിവസം കൂടെ ജോലി ചെയ്യണം. ദൈവമക്കളെ, ഞാൻ എന്റെ ജോലി കഴിഞ്ഞ് എന്റെ അവസാനത്തെ ഫൈനൽ ചെക്ക് കിട്ടി. ഞാൻ ആ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ കരയുവാൻ തുടങ്ങി. എന്റെ കർത്താവേ, ഞാൻ ഒരു പൊട്ടനാണോ? ഇത്രയും നല്ല ജോലി റിസൈൻ ചെയ്ത് ഞാൻ ഇന്ത്യയിൽ പോയി സുവിശേഷതയല്ല ചെയ്യുക. എന്റെ മനസ്സിൽ ഒരു തേങ്ങൽ വരാൻ തുടങ്ങി. ഞാൻ പുറത്തിറങ്ങി കരയുകയാണ്.
എന്റെ കണ്ണുനീരിന്റെ ആ ചെക്ക്ലീറ്റിൽ വന്ന് വീണു. ഇല്ല, 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 എന്റെ കർത്താവിന്റെ വേലയാണ് എന്റെ ഏറ്റവും വലിയത്. ഞാൻ ഇവിടുന്ന് നേരെ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നുപോയി. ആ ചെക്ക് മിനിസ്റ്ററിയിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്ത് നേരെ ഇന്ത്യയിലേക്ക് കടന്നുപോയി 25 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കമ്പനിയുടെ ഓണർ എന്റെ വീട്ടിലേക്ക് വിളിച്ചു. തോമസ് എബ്രഹാം എന്തി എന്ന് ചോദിച്ചു. എന്റെ വൈഫാണ് ഫോണത്. അപ്പൊ വൈഫ് ചോദിച്ചു, തോമസ് എബ്രഹാം എന്തെന്നും പറഞ്ഞാ പോയത്? അവൻ സുവിശേഷ വേല എന്നും പറഞ്ഞപ്പോൾ ജോലി റിസൈൻ ചെയ്ത് പോയതാണ്. അത് ശരി. എന്നാലും തോമസ് എബ്രഹാം തിരിച്ചു വരുമ്പോൾ എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 മാസം ദൈവത്തിന്റെ വഴി നോക്കണം. ദൈവം നമ്മളോട് അരുളി ചെയ്താൽ. അങ്ങനെ 2 മാസം കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഒരു 3-4 ദിവസം റെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞ് നേരെ കമ്പനിയിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ വ്യക്തി വളരെ സന്തോഷത്തോടെ കസേരയൊക്കെ എടുത്ത് എന്നെ സ്വീകരിക്കുകയാണ്. തോമസ്, ഞാൻ നിന്നെ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇത്രയും നല്ല ജോലി റിസൈൻ ചെയ്തിട്ട് നീ സുവിശേഷ വേലയെന്നും പറഞ്ഞ് നീ കടന്നു പോവുക എനിക്ക് വിശ്വസിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ കമ്പനി നിനക്ക് 3 മാസം ജോലിയും 2 മാസം അവധിയും ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ 3 മാസം ജോലിയും 2 മാസം അവധിയുമായി അവിടെ തുടങ്ങുന്നു. 3 മാസം ജോലി ചെയ്യുക, 2 മാസം ഇന്ത്യയിൽ പോയി സുവിശേഷ വേല ചെയ്യുക. അങ്ങനെ മിനിസ്ട്രി ഒത്തിരി ഡെവലപ്പായി മുന്നോട്ട് പോവുകയാണ്. മിനിസ്ട്രി എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. കുഞ്ഞുങ്ങളുടെയൊക്കെ എഡ്യൂക്കേഷൻ, കുഞ്ഞുങ്ങളുടെയൊക്കെ പഠിത്തമൊക്കെ ഒരുമാതിരിയായി. എന്നാൽ ജോലി റിസൈൻ ചെയ്യാം എന്നും കരുതി ഞങ്ങളുടെ കമ്പനിയിലെ അതിന്റെ ഓണറോട് സംസാരിക്കാൻ ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്യാനായിട്ടാണ് അവിടെ പോകുന്നത്. കാര്യം കുഞ്ഞുങ്ങളുടെ പഠിത്തം കഴിഞ്ഞു. നീ ഈ കമ്പനിയിൽ ശരിക്ക് ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ നിന്റെ ശമ്പളം കൂട്ടാൻ പോവുകയാണ്. എന്റെ സാലറി റേറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തല ചൊറിഞ്ഞിട്ട് എന്റെ മനസ്സ് പറയുകയാണ്, നിനക്ക് ഇച്ചിരി കൂടെ ശമ്പളം കൂട്ടിത്തരണം. അങ്ങനെ 2 തവണ എന്റെ സാലറി റേറ്റ് ചെയ്തു. എന്നിട്ട് എന്റെ മുഖത്ത് സന്തോഷമില്ല. ഞാൻ ജോലി റിസൈൻ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഒരു 6 കൊല്ലം 3 മാസം ജോലിയും 2 മാസം അവധിയുമായിട്ട് ഞാൻ 6 കൊല്ലം അവിടെ ജോലി ചെയ്തു. 4 വെച്ച് നോക്കിക്കേ. അമേരിക്കയിൽ നടക്കുക 3 മാസം ജോലിയും 2 മാസം അവധിയും. പക്ഷെ ദൈവത്തിന് കഴിയും. ദൈവവേദനയെ നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരു കാൽ കർത്താവോടെ വെക്കും. അത് നമ്മൾ അനുഭവിച്ച വ്യക്തികൾക്ക് അതിന്റെ മഹാത്മ്യം അറിയുവാൻ പറ്റിയുള്ളൂ. അപ്പൊ ഈ പുള്ളി 2 തവണ സാലറി ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു, നീ എവിടെയാണ് ഇന്ത്യയിൽ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ മധ്യഭാഗമായ ഛത്തീസ്ഗഡ്. അപ്പൊ എന്നോട് പറഞ്ഞു, നിന്റെ ഫാദറും മദറും ഉണ്ട്, നീ അവരെ കാണാൻ പോകും. ഞാൻ പറഞ്ഞു, അവർ പ്രായമായി മിക്കവാറും ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പോവല്ലേ, പോകത്തില്ല. ഞാൻ നിനക്കൊരു പാക്കേജ് തരാൻ പോവുകയാണ്. എല്ലാ തവണ നീ ഇന്ത്യയിൽ പോകുമ്പോൾ നിന്റെ ഫാദറിനെയും മദറിനെയും പോയി കാണണം. അത് എവിടെയാണെന്ന് ചോദിച്ചു. ഫാദറും ഞാൻ പറഞ്ഞു, സൗത്ത് ഇന്ത്യ, കേരളം. DFW തൊട്ട് കേരളം വരെ ഞാൻ നിനക്കൊരു ഫ്രീ ടിക്കറ്റ് തരാൻ പോവുകയാണ്. നീ ഫ്രീ ടിക്കറ്റുമായി നീ ഇന്ത്യയിൽ പോകണം. 3 മാസം ജോലി ഇവിടെ, 2 മാസം ഇന്ത്യയിൽ പോകണം. ഈ ടിക്കറ്റും എടുത്തുകൊണ്ട് ടിക്കറ്റുമായി നീ യാത്ര ചെയ്യണം. അപ്പൊ 2 മാസം ജോലിയും, ദൈവമക്കളെ ദൈവത്തിന് വഴി നിങ്ങൾ നോക്കണം. 2 മാസം ജോലിയും 3 മാസം ജോലിയും 2 മാസം അവധിയും ടിക്കറ്റും. വേദവസ്ത്രവും നമ്മൾ എടുത്താൽ, വചനം നാം എടുത്താൽ, വചനം നമ്മെ എടുക്കും. വചനം നാം ചുമന്നാൽ, ആ വചനം ചുമന്നാൽ വചനം നമ്മെ ചുമക്കും. വേദവസ്ത്രനാണ് ഞാൻ. യേശുവിന്റെ അവസാനം
കുഞ്ഞുങ്ങൾക്കൊക്കെ ജോലിയായി എല്ലാം സെറ്റപ്പ് ചെയ്തു. സെറ്റപ്പായി കഴിഞ്ഞു. ഒരുമാതിരി കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടന്നു പോവുകയാണ്. കുഞ്ഞുങ്ങളുടെ പഠിത്തം കഴിഞ്ഞ സമയത്താണ് റിസൈൻ ചെയ്യാൻ പോയത്. പിന്നെ അവർക്ക് ജോലിയായി കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് അങ്ങ് ആൾക്കാരാകാൻ തീരുമാനിച്ചു. ഞാൻ അങ്ങനെ പൂർണ്ണ സമയം ജോലിയിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് അങ്ങനെ റിസൈൻ ചെയ്യാനായിട്ട് ചെന്നു. അപ്പോൾ കമ്പനിയുടെ ഓണർ എന്നോട് പറയാണ്, തോമസ്, ഈ കമ്പനിയിൽ നീ ജോയിൻ ചെയ്തതിന് ശേഷം ഈ കമ്പനി മില്യൺ കണക്കിന് ഡോളർ പ്രോഫിറ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നീ ഈ പ്രസ്ഥാനത്തിൽ എന്ന് ജോയിൻ ചെയ്തു അന്നു മുതൽ ഈ കമ്പനി അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ നിനക്കൊരു നീ റിസൈൻ ചെയ്തു, പക്ഷേ ഐ ഗീവ് വൺ ഓഫർ ഫോർ യു. ആ കമ്പനി ഓണർ ഒരു ഓഫർ എനിക്ക് തരികയാണ്. 365 ദിവസത്തില് എപ്പോഴൊക്കെ നിനക്ക് ഇന്ത്യക്ക് പോകാമോ അപ്പോഴൊക്കെ നീ ഇന്ത്യ പോക്കോ. നിനക്ക് ഞാൻ ഇപ്പോൾ ഒരു ഫ്രീ ടിക്കറ്റാണ്. 365 ദിവസത്തിൽ എപ്പോ വേണമെങ്കിലും നീ പോയി വന്നോ, നിനക്ക് ഞാൻ നിനക്ക് ടിക്കറ്റ് തരികയാണ്. ദൈവമക്കളെ, ചിന്തിക്കുവാൻ കഴിയുമോ? ഇന്ന് ഞാൻ ആ കമ്പനിയിൽ നിന്ന് ജോലി റിസൈൻ ചെയ്തിട്ട് 7 കൊല്ലം കഴിഞ്ഞു. ഇന്നും ഞാൻ ഫ്രീ ടിക്കറ്റിലാണ് ഇന്ത്യയിൽ കടന്നുപോയി സുവിശേഷം. ഇത് മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്രമേയമാണ്. അപ്പോൾ ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് എന്താ ചെയ്യുന്നത് അറിയാമോ? ഈ ചെറിയ ടിക്കറ്റിൽ ബിസിനസ് ക്ലാസ്സിലാ പോകുന്നത്. സ്വത്രം ഹല്ലേലൂയ. എന്റെ ദൈവമേ, ഞാൻ ആ പ്ലെയിനിലിരുന്ന് ആഹാരമൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ കണ്ണ് നിറഞ്ഞ് കരയാറുണ്ട്. ഹല്ലേലൂയ. എന്റെ കർത്താവേ, അങ്ങക്ക് വേണ്ടി ഞാൻ കാലുകൾ എടുത്തു വെച്ചപ്പോൾ എനിക്ക് വേണ്ടി തുറന്ന വഴികള് അഗോചരമാണ്. എന്റെ എനിക്കൊരിക്കലും വിശ്വസിക്കാൻ വയ്യാത്ത വഴിയിൽ കൂടിയാണ് ദൈവം എന്നെ നടത്തുന്നത്. ദൈവത്തിന്റെ മുന്നിൽ അടിയറ പറഞ്ഞു, വിശ്വാസത്തിൽ കടന്നു വന്ന് ദൈവത്തെ കണ്ടുമുട്ടി അന്നു മുതൽ ദൈവമാണ് നടത്തുന്നത്. അങ്ങനെ മിനിസ്ട്രിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇത്തിരി പറയാനുണ്ട്. എന്റെ മുന്നിൽ സമയം തീരാൻ പോവാണ്, എങ്കിലും പറയാം. ഒരു ദിവസം കർത്താവിന്റെ വേലയെല്ലാം ചെയ്ത് മടങ്ങി ഇങ്ങോട്ട് ഭവനത്തിലേക്ക് വരുന്ന സമയമായപ്പോൾ ഞാൻ വാഹനം ഓടിച്ച് മുന്നോട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് 4 പേർ എന്റെ മുന്നിൽ വന്ന് ചാടി വണ്ടി നിർത്തുവാൻ പറഞ്ഞു. വണ്ടി നിർത്തുവാൻ പറഞ്ഞപ്പോൾ വണ്ടി നിർത്തി. ഈ വണ്ടിക്കകത്തൊരു ലോണുണ്ട്, പുറത്തിറങ്ങണം. ഞാൻ ഇരിക്കുന്ന സൈഡിലെ മോട്ടോർ സൈക്കിൾ റേസ് ചെയ്ത് എന്നെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് വരികയാണ്. ഏതെല്ലാം ഈ സുവിശേഷ വേലയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വേല ചെയ്യുമ്പോൾ പല പല വഴിയിൽ പോരുകൾ ആഞ്ഞടിക്കും. എന്നെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് 4 പേര് വന്നു. നമ്മുടെ ഈ വണ്ടിയിൽ ലോണില്ല. എന്നോട് പറഞ്ഞു, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. ഞാൻ പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങുന്ന പ്രശ്നമില്ല, ഇതിനകത്ത് ലോണില്ല. ഉടനെ ഇവര് ടെസ്റ്റ് ചെയ്ത് ഒരു 4 പേരൂടെ വന്നു. അത് വലിയ ഇംഗ്ലീഷ് അറിയാവുന്ന നല്ല, എനിക്ക് തോന്നുന്നു മുസ്ലിം തീവ്രവാദികളാണെന്ന് എനിക്ക് തോന്നുന്നു. ഇംഗ്ലീഷിൽ അവർ വർത്താനം പറയുന്നു. അവർ കണ്ടാൽ ഹിന്ദുക്കളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് വന്നിട്ട് ഇറങ്ങാൻ പറഞ്ഞു. എന്റെ ജീവിതത്തിന്റെ അവസാന സമയമാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഇവന്മാർ എന്നെ കൊണ്ടുപോകും, എന്നെ വെട്ടി മുറിച്ച് എന്നെ തകർത്ത് കളയുമെന്നുള്ള ചിന്തയിൽ ഞാൻ എന്ത് പറയണമെന്നറിയത്തില്ല. കർത്താവേ എന്ന് വിളിക്കുവാൻ പോലും എന്റെ നാവെടുക്കുവാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് ഞാൻ വന്നപ്പോൾ പെട്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വ്യാപരിക്കുവാൻ തുടങ്ങി. അവരെന്നോട് ഇംഗ്ലീഷിൽ സംസാരിച്ചു.
out from the car. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, come to my office within 24 hours, otherwise I am going to arrest you. 24 മണിക്കൂറിനകം നീ എന്റെ ഓഫീസിൽ വന്നില്ലേ, നിന്നെ എല്ലാം ഞാൻ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എവിടെ എനിക്ക് ഓഫീസ്? എനിക്ക് ഓഫീസിലോ ഒന്നുമില്ല. ദൈവാത്മാ പറഞ്ഞു, പറയാൻ പറഞ്ഞു, 24 മണിക്കൂറിനകത്ത് ഈ 8 പേരും എന്റെ ഓഫീസില് അഡ്രസ് പറഞ്ഞു കൊടുത്തു. ചർച്ചിന്റെ അഡ്രസ് പറഞ്ഞു. ചർച്ചിൽ ഓഫീസ് ഒന്നുമില്ല. 24 മണിക്കൂറിനകത്ത് നീ അവിടെ വന്നില്ലെങ്കിൽ നിങ്ങളെ 8 പേരെയും ഞാൻ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. വലിയ തിരയടിക്കുന്ന മാതിരി ഇവരെ വണ്ടിയുടെ ചുറ്റും നിന്ന് മാറി. എന്റെ ദൈവമക്കളെ, ഇന്ന് വരെ അവർ വന്നിട്ടില്ല. ഇന്ന് വരെ വന്നിട്ടില്ല. നാം പ്രതിസന്ധിയുടെ മധ്യത്തിൽ, നാം പ്രശ്നത്തിന്റെ മധ്യത്തിൽ നാം ആയിരിക്കുമ്പോ നമ്മുടെ കർത്താവ് നമ്മെ കൈവിടത്തില്ല, നമ്മെ ഉപേക്ഷിക്കില്ല. പക്ഷെ നാം ട്രാക്കിൽ യാത്ര ചെയ്യണം. ആ ട്രാക്കാണ് അങ്ങനെ അവർ കടന്നുപോയി. അത് കഴിഞ്ഞ് 2013 അതിഭയങ്കരമായ ഞങ്ങളുടെ കൺവെൻഷൻ അവിടെ നടക്കുന്ന സമയത്ത് അതിഭയങ്കരമായ ഒരു വലിയ അടി അവിടെ നടന്നു. ഞങ്ങളുടെ ചർച്ചിനെ അല്ല തകർത്ത് വലിയ പ്രതിസന്ധിയിലേക്ക് ഞങ്ങൾ കടന്നുപോയി. ഞങ്ങൾ പിന്മാറുകയില്ല. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഈ സമയങ്ങളിൽ ഏകദേശം 2 വർഷമായി ആ ചർച്ച്, ആ മിനിസ്ട്രി മഹാരാഷ്ട്ര, ഒറീസ, ഛത്തീസ്ഗഡ് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് അതിന്റെ ശക്തിയോടുകൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തനമയക്കുവാൻ തുടങ്ങി. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്ന് പ്രവർത്തനം നടക്കുന്നു. ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ നാം കടന്നു വന്ന് നാം ഹൃദയം പൊട്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം നൽകുന്ന യഹോവയായ ദൈവമാണ് നമ്മുടെ രക്ഷിതാവും കർത്താവും എന്ന് നാം മറന്നു പോകല്ലേ. നാം ഒരു ദൈവ പൈതലായി കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, രോഗസൗഖ്യം നമ്മുടെ അവകാശമാണ്. ശരീരത്തിലെ രോഗം നമ്മുടെ ശരീരത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മുടെ മോട്ടോർ ബോഡി, നമ്മുടെ ശരീരം, രോഗമുള്ള ശരീരം, വേദനയുള്ള ശരീരം, കോടികൾ ആഞ്ഞടിക്കുന്ന ശരീരം, ഈ ശരീരത്തിനകത്തേക്ക് ദേശാധിപതി ശക്തികളോ നമ്മുടെ നമ്മളെ പോരുകളോ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം എന്ത് ചെയ്യണം? ആത്മാവിൽ നാം ജ്വലിക്കണം. നമ്മുടെ അകത്തിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നാം ജ്വലിച്ചു കഴിയുമ്പോൾ ശരീരത്തിലിരിക്കുന്ന രോഗങ്ങൾ മാറും. അനുഭവമുണ്ട്. നമ്മുടെ ശരീരത്തിനകത്ത് ദൈവം തന്റെ ഉയർപ്പിന്റെ ആത്മാവിനെയാണ് അകത്ത് വെച്ചിരിക്കുന്നത്. ദൈവം മക്കളെ, നമ്മളിത് മനസ്സിലാക്കണം. നമ്മളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ. നമ്മൾക്ക് ഒരു രോഗം വരുമ്പോഴത്തേക്ക് നമ്മൾ ഞെട്ടുകയാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എന്റെ നട്ടലിനകത്ത് എനിക്ക് നട്ടലിൽ ഒരു വലിയ അസ്വസ്ഥത കടന്നു വന്നു. ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ. ഞാൻ ഭാരപ്പെടുകയാണ്. ഞാൻ വളരെയധികം ഭാരപ്പെടുകയാണ്. ഞാൻ ജോലി സ്ഥലത്ത് നിന്നുകൊണ്ട് എന്റെ ടേബിളെ പിടിച്ച് എഴുന്നേറ്റ് നിന്നിട്ട് കരയുവാൻ തുടങ്ങി. ഉച്ചയ്ക്ക് 1:30 സമയത്ത്. അപ്പോ ഞാൻ എന്ത് ചെയ്യണം? എനിക്കൊന്നും വയ്യ കർത്താവേ. ഞാൻ നിലവിളിക്കുവാൻ തുടങ്ങി. ഉച്ചയ്ക്ക് 1:30 മണി സമയമായി. ഞാനൊരു 1.5 ആഴ്ച ഇത് സഹിച്ച് മടുത്തു. ദൈവത്തിന്റെ മുന്നിൽ ആവലാതിപ്പെട്ട് കരയുവാൻ തുടങ്ങി. ദൈവപൈതലേ, 1:45 മണിയായപ്പോൾ ഞാൻ അങ്ങേ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോവർക്കേഴ്സ് എല്ലാം നോക്കിയാണ് ഞാനിരുന്ന് കരയുന്നത്. പെട്ടെന്ന് ഒരാള്
ഞാനൊരു ദർശനം കാണുകയാണ്. ഒരാൾ ഒരു കുടം വെള്ളം എന്റെ തലയിലേക്ക് പോയി ഒഴിക്കുകയാണ്. ആ വെള്ളം ഒഴിച്ച നേരെ നട്ടലിന്റെ ഭാഗത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് വരുമ്പോൾ ഞാനൊരു ഞെട്ടലിഞ്ഞെട്ടി. ആ വേദന മാറി. കർത്താവ് എത്ര വലിയവനാണ്, എത്ര വലിയവനാണ്. നമ്മുടെ കൈ മുതൽ ദൈവത്തിലുള്ള വിശ്വാസമാണ്, ദൈവത്തിലുള്ള വിശ്വാസമാണ്. ദൈവം നമ്മെ നടത്തുവാൻ മതിയായവനാണ്. ഞാൻ ഇങ്ങനെ ദൈവം നടത്തിയ വഴികൾ പറഞ്ഞ് അങ്ങനെ പോയാൽ തീരത്തില്ല. ഞാനൊരു നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തന മേഖലകളെല്ലാം കഴിഞ്ഞ് എന്നൊരാള് പറഞ്ഞു, കട്ടപ്പന എന്നൊരു സ്ഥലത്ത് പോകണം. കട്ടപ്പന ഒരു സ്ഥലത്ത് ഒരു വിഷയമുണ്ട്, പ്രാർത്ഥിക്കുവാൻ കടന്നു പോകണം. ഞാനിവിടുന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കർത്താവിന്റെ വേലയും കഴിഞ്ഞ് എറണാകുളത്ത് വന്ന് കട്ടപ്പനയ്ക്ക് ബസ് പിടിച്ച് കട്ടപ്പനയിൽ പോയി. അവിടുന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ദൈവ അനുഗ്രഹത്തോടെ കാര്യങ്ങളെല്ലാം നടത്തി എന്റെ ഭാര്യ വീടായ റാന്നിയിൽ കടന്നുപോയി. അവിടെ കടന്നു ചെന്നപ്പോൾ അവിടെ ദൈവദാസനുണ്ട് പറഞ്ഞു, അവിടെ ഞായറാഴ്ച ആരാധനയ്ക്ക് ദൈവജനം ശുശ്രൂഷിക്കാം. ഞാൻ ദൈവജനം എല്ലാം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പോക്കറ്റിൽ 350 രൂപയുണ്ട്. തിരിച്ചെനിക്ക് കൂത്താട്ടുകുളത്തേക്ക് പോകണം. പിറവം അടുത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് പിറവത്തിന് പോകണം. വണ്ടിക്കൂലി 350 രൂപ കിടപ്പുണ്ട് പോക്കറ്റില്. ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന് കൊടുക്കണമെന്ന്. ഞാൻ അവിടുന്ന് റാന്നിയിലേക്ക് ഓട്ടോറിക്ഷ വിളിക്കണ 15 രൂപയാവും. പിന്നെ അവിടുന്ന് ബസ് പിടിച്ച് പിറവം വരെ ചെല്ലാൻ കുറഞ്ഞത് ഒരു 30 രൂപയെങ്കിലും ആകും. എന്റെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ അവിടുത്തെ ദൈവദാസന് കൊടുക്കുവാൻ. ദൈവം അന്നും ഇന്നും എന്നോട് സംസാരിച്ചാൽ ഞാൻ അത് ചെയ്യും. ഇന്ന് വരെ ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ദൈവം എന്നോട് സംസാരിച്ചുവെന്ന് ഞാൻ അതുപോലെ ചെയ്യും. അപ്പോൾ ചർച്ചിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ ആ ചർച്ചിൽ ഒരു ഓട്ടോറിക്ഷക്കാരനുണ്ട്. ആ ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ എന്നെ ബസ് സ്റ്റാൻഡിലേക്ക് ഒന്ന് കയറ്റണമെന്ന് പറഞ്ഞു, ഒന്ന് ഇറക്കി വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് എന്റെ പോക്കറ്റിൽ കിടന്ന പൈസ ഞാൻ പാസ്റ്ററിന് കൊടുത്തു. പാസ്റ്ററെ ഞാൻ പോവുകയാന്ന് പറഞ്ഞു. അപ്പോഴത്തെ ഓട്ടോറിക്ഷ വന്നു. ഞാൻ ഓട്ടോറിക്ഷ കയറിയിരിക്കുകയാണ്. എന്റെ കയ്യിൽ 10 പൈസയില്ല. നാലിച്ചു നോക്കിക്കേ. ഞാൻ ഓട്ടോറിക്ഷ കയറിയിട്ട് ഞാൻ എവിടെ പോകും? അങ്ങനെ ഓട്ടോറിക്ഷ ഒരു 1.5 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരൻ നടു റോഡിൽ വണ്ടി നിർത്തി. ആ ഓട്ടോറിക്ഷക്കാരൻ വണ്ടി നിർത്തിയിട്ട് പറയുകയാണ്, ഞാൻ പണ്ട് ലിബിയയിൽ ജോലി ചെയ്തതാണ്. അവിടെ വെച്ച് എനിക്കൊരു ആക്സിഡന്റ് പറ്റി. എനിക്ക് നിവൃത്തിയില്ലാഞ്ഞിട്ട് ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് എന്റെ കുടുംബത്തെ പുലർത്തുകയാണ്. ചെയ്യാവുന്ന ഡോക്ടറും മരുന്നുകളും എല്ലാം ചെയ്തു, യാതൊരു സൗഖ്യവുമില്ല. ഇപ്പോൾ എന്നോട് ദൈവം പറഞ്ഞു, ഈ ദാസൻ എന്റെ നട്ടല്ലേലൊന്ന് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, സൗഖ്യം കിട്ടുമെന്ന്. ആ മനുഷ്യന് നടു റോട്ടിൽ ഓട്ടോ ചവിട്ടി നിർത്തി. ഞാന് ആ ദാസന്റെ നട്ടലിലേക്ക് കൈവച്ച് പ്രാർത്ഥിച്ച് കഴിയുക. ഈ മനുഷ്യൻ ഒരു ഒറ്റ ഓട്ടമാണ്. ഹല്ലേലൂയ. പുള്ളി പറഞ്ഞു, ഞാൻ എത്ര വർഷങ്ങളായി അനുഭവിച്ച രോഗത്തിന്റെ മേൽ എനിക്ക് ദൈവം സൗഖ്യം തന്നു. ഈ മനുഷ്യൻ അവിടെ ഓട്ടോറിക്ഷയ്ക്കകത്ത് ഒരു കെട്ട ഇങ്ങോട്ട് വരികയാണ്. ഈ പൈസ പിടിക്കണം. ഞാൻ പറഞ്ഞു, ഏത് പൈസ? ഞാൻ 3 ദിവസം ഓടി ഓട്ടോറിക്ഷയുടെ പൈസയാണ്, എന്റെ ചെലവ് കഴിഞ്ഞ പൈസയാണ്. ഇത് പിടിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, വേണ്ട, എന്നെ മന്ത് ചെയ്ത പുള്ളി സമ്മതിക്കത്തില്ല. അങ്ങനെ ആ ദൈവദാസന്റെ വലിയ നിർബന്ധത്താൽ ഞാൻ പറഞ്ഞു, എനിക്കൊരു കാര്യം ചെയ്യും, അതിനകത്തൊന്നൊരു 100 രൂപ തന്നാ മതി.
എനിക്ക് ആ 100 രൂപയുടെ ആവശ്യമുള്ളൂ. എന്നോട് ദൈവം പറഞ്ഞു, ആ ഓട്ടോറിക്ഷക്കാരനോട് ദൈവം പറഞ്ഞു, നിന്റെ ഓട്ടോറിക്ഷയുടെ ബോക്സിലിരിക്കുന്ന പൈസയുടെ കെട്ടുകൊടുക്കാൻ. അപ്പൊ ആദ്യം എന്നോട് ദൈവം പറഞ്ഞു, നിന്റെ പോക്കറ്റിലിരിക്കുന്ന പൈസ ദൈവദാസന് കൊടുക്കാൻ. ഞാനത് കൊടുത്തു. നോക്കണേ, ദൈവത്തിന്റെ പദ്ധതി. ഇതൊക്കെ എന്റെ അനുഭവമാണ് ദൈവമക്കളെ. ആക്ഷൻ നമ്മുടെ അനുഭവമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അനുഭവമാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച അനുഭവമാണ്. അങ്ങനെ പുള്ളിയുടെ വളരെ നിർബന്ധത്താൽ ഞാൻ അവിടുന്ന് കോട്ടയത്ത് നിന്ന് അവിടുത്തെ ബസ്സൊക്കെ പോയി. ചുരുക്കം പറഞ്ഞ രാത്രി 8:45 ഞാൻ കൂത്താട്ടുകുളം എന്ന് പറഞ്ഞ സ്ഥലത്തിറങ്ങി. അങ്ങോട്ടുള്ള എന്റെ ബസ് മാറിപ്പോയി. ബസ് കിട്ടാൻ ബുദ്ധിമുട്ടായി വന്നു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ കൂത്താട്ടുകുളത്തൊരു പാസ്റ്റർ, അന്ന് ശനിയാഴ്ച വൈകിട്ടാണ് സമയം. ശനിയാഴ്ച വൈകിട്ട് ഞാന് അവിടെ ഒരു പാസ്റ്റർ എനിക്ക് പരിചയമുണ്ടല്ലോ. എന്നാ പാസ്റ്റർ അടുത്തേക്ക് പോവാം. അവിടുന്ന് ഒരു 60 പൈസ പോയിന്റിലെ പാസ്റ്ററിന്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോ പാസ്റ്റർ കരയുകയാണ്. ഇതെന്തൊരു കഷ്ടമാണ്. ഞാൻ ആ പാസ്റ്ററുടെ വീട്ടിൽ പാസ്റ്ററിലേക്ക് ചെന്നപ്പോ പാസ്റ്റർ എന്നെ കണ്ടപ്പോ കരയുകയാണ്. പാസ്റ്റർ പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്തിട്ട് കുറെ ദിവസമായി. ചർച്ചിന്റെ ആവശ്യമില്ലാതെ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ഇവിടെ വരുന്നത്. എനിക്ക് തന്ന ആ പൊടി ആ ദൈവദാസനെ ഞാൻ ഏൽപ്പിച്ചു. ആലോചിച്ചോ, അതിനകത്ത് എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തന്ന പൊടി ആ ദൈവദാസനെ ഞാൻ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അതിനകത്തുനിന്ന് ഒരു 100 രൂപ തിരിച്ചു തന്നാൽ മതി. എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അന്ന് രാത്രി ഞാൻ അവിടെ കിടന്നു. അതുമായി ഞാൻ അന്നത്തെ അവിടുത്തെ ശുശ്രൂഷയും കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം എന്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. ഞാനിത് പറയുന്നത് ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വഴികള്. ആദ്യം ദൈവം നമ്മളെ വിശ്വസനെന്ന് പരീക്ഷിക്കും. നമ്മളെ ആദ്യം ദൈവം പരീക്ഷിക്കും. ഞാൻ നിങ്ങളോട് പറയാം, ദൈവം എന്നോട് സംസാരിച്ചത് അവിടെ ജോലിയുടെ വിഷയം. ആ ജോലി കയറി, പക്ഷെ അവധി കിട്ടിയില്ല. ഞാൻ ജോലി റിസൈൻ ചെയ്തു. അവിടെ എനിക്കൊരു പരീക്ഷണം ഉണ്ടായി. ആ പരീക്ഷണത്തിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് വഴിയൊരുക്കി. കർത്താവിനെ മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ബുദ്ധിക്ക് അപ്രമേയമാണ്. ദൈവം നമ്മെ വിശ്വസനെന്നെങ്കിൽ മാത്രമേ നമ്മുടെ ശുശ്രൂഷയിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവ പൈതലേ, ഈ ബുധനാഴ്ച, അതായത് ഈ നവംബർ 19-ാം തീയതി, ഈ മാസം 19-ാം തീയതി ബുധനാഴ്ച രാത്രി ദൈവം എന്നോട് ഇടപെട്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കയറിക്കടന്നു. പെട്ടെന്ന് ഒരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്. യഹോവയുടെ വിശുദ്ധ നാൾ വരുവാൻ പോകുന്നു. യഹോവയുടെ വിശുദ്ധ നാൾ വരുവാൻ പോകുന്നു. ഭയങ്കര സന്തോഷം. ഞാൻ നോക്കിയപ്പോൾ എന്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ കേട്ട ശബ്ദം ഇങ്ങനെയാണ്: യഹോവയുടെ വിശുദ്ധ നാൾ വരുവാൻ പോകുന്നു. ഭയങ്കര സന്തോഷം. ഞാൻ ഞെട്ടി ഉണർന്നപ്പോൾ ഞാൻ കട്ടിലിൽ കിടക്കുകയാണ്. എന്റെ കൈ രണ്ടും ഉയരത്തിലേക്ക് പൊങ്ങി നിൽക്കുകയാണ്. അതായത്
ഞാൻ അറിയുന്നില്ല. എന്റെ കരം ഉയരത്തിലേക്ക് പൊങ്ങി നിൽക്കുകയോ. എന്നിട്ട് അതിനു മുന്നേ കേട്ട ശബ്ദമാണ്, യഹോവയുടെ വിശുദ്ധ നാൾ വരുവാൻ പോകുന്നു. ഭയങ്കര സന്തോഷം. ഐരണ്ട് പൊങ്ങി നിൽക്കുകയാണ്. ഞാൻ വീണ്ടും കിടന്ന് കർത്താവിനോട് ചോദിച്ചു, എന്താ കർത്താവേ ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. കർത്താവ് വീണ്ടും എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. മറിയയും എലിസബത്തും കണ്ടുമുട്ടിയ അനുഭവമാണ് ഇത് എന്ന് കർത്താവ് പറഞ്ഞു. അതായത് യഹോവയുടെ വിശുദ്ധ നാൾ വരുമ്പോൾ അന്നത്തെ സന്തോഷം വർണ്ണിക്കുവാൻ കഴിയുകയില്ല. മറിയയും എലിസബത്തും തമ്മിൽ കണ്ടുമുട്ടിയ പോലുള്ള അനുഭവം നമ്മൾ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. എന്നിട്ട് അത് ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്താ കർത്താവേ ഇതിന്റെ അർത്ഥം? അപ്പോൾ വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ബുധനാഴ്ച എന്നോട് സംസാരിച്ചതാണ്. പുതിയ നിയമസഭയും പുതിയ നിയമ സഭയുടെ വിശുദ്ധന്മാരും പഴയ നിയമ വിശുദ്ധന്മാരുമായി കണ്ടുമുട്ടുന്ന സമയം വരുവാൻ പോകുന്നു. ആമേൻ. പുതിയ നിയമസഭയുടെ വിശുദ്ധന്മാരും പഴയ നിയമ വിശുദ്ധന്മാരും കണ്ടുമുട്ടുവാൻ പോകുന്ന സമയം വരുവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരുവാൻ പോകുന്നു. നാം പ്രാക്കളെ പോലെ ഇവിടുന്ന് പുറത്തു പോകുവാൻ സമയം അടുത്തിരിക്കുകയാണ്. ദൈവമക്കളെ, അന്ത്യസമയത്തിന്റെ അന്ത്യനിമിഷത്തിലാണ് കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതനായ നാം ഇപ്പോൾ ആയിരിക്കുന്നത്. കാഹളത്തിന്റെ ധ്വനി കേൾക്കുവാൻ പോകുകയാണ്. ഒരുങ്ങിയിരുന്നാൽ പാത്രത്തിൽ എണ്ണയുള്ള ആ 10 കന്യകമാരിൽ 5 കന്യകമാർ എടുക്കപ്പെട്ടു. അവരും കന്യകമാരായിരുന്നു. പക്ഷെ എടുക്കപ്പെട്ടവരോ വിളക്കിൽ എണ്ണയുള്ളവർ. ദൈവമായ അഭേദ്യ ബന്ധത്തിൽ ദൈവത്തിന്റെ വഴിയിൽ വിശ്വസതയോടെ ദൈവസന്നിധിയിൽ നിലനിൽക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ മശിഹ വരാറായി. നാം ഒരുങ്ങുക. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്തിരിക്കാൻ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ദൈവ പൈതലേ, യേശുവിനാൽ രക്ഷിക്കപ്പെട്ടു കർത്താവിനെ ഉള്ളത്തിൽ കൈക്കൊണ്ട് ആ കർത്താവിനെ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുകയാണ്. നമ്മളെ പലരും കുലുക്കുവാൻ നോക്കും, പലരും നമ്മെ ഉന്മൂലനാശം ചെയ്യുവാൻ നോക്കും. എല്ലാ മേഖലകളിലും നമ്മെ തകർക്കുവാൻ നോക്കുമ്പോൾ ഒരു ദൈവ പൈതല് പറയണം, ഞാൻ എന്റെ കർത്താവിനെ എന്റെ മുന്നിൽ വച്ചിരിക്കുകയാണ്. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവൻ എന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയോ ഞാൻ കുലുങ്ങി പോകുകയില്ല. എന്റെ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഞാൻ പറയുവാൻ നോക്കിയോ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി വിഷയങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. ദൈവം നടത്തിയ വഴികൾ അഗോചരമാണ്. ആമീൻ. അതേ നമുക്ക് വർണ്ണിക്കുവാൻ കഴിയത്തില്ല. ഞാൻ വിശ്വാസത്തിൽ കടന്നു വന്ന് അബുദാബി വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെട്ട വിശ്വാസത്തിൽ കടന്നു വന്നു. ഞാൻ വിശ്വാസത്തിൽ കടന്നു വരുന്നതിന് മുന്നേ ഞാനൊരു ലോകമനുഷ്യനായി ജീവിച്ചതാണ്. എന്നുവെച്ചാൽ ലോകമനുഷ്യൻ വേറൊന്നും ചെയ്തില്ല, തെറ്റും കുറ്റമില്ല. എന്നുവെച്ചാൽ ഒരു ബിംബാരാധകനായി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ മാതാവും അങ്ങനെ പല വഴി നമുക്കറിയാമല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾ ഒത്തിരി സ്വർണം മേടിക്കുമായിരുന്നു. അബുദാബിയിൽ മിലിറ്ററിയിലാണ് ജോലി. വൈഫും അബുദാബി മിലിറ്ററിയിൽ.
അപ്പം ദൈവം നല്ല അനുഗ്രഹിക്കപ്പെട്ട ശമ്പളം തന്നതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി സ്വർണമൊക്കെ മേടിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ അമേരിക്കയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ കയ്യില് ഞങ്ങളുടെ മാലയും മോതിരം അതും ഇതുമായിട്ട് 110 പവൻ ദൈവങ്ങളോട് പറയുകയാണ് ഞങ്ങളുടെ കയ്യിൽ അന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ദൈവത്തിന്റെ ഒരു പദ്ധതി ഞാൻ പറയുന്നത്. ഞങ്ങൾ അതിന് വേണ്ടാന്ന് വെച്ചു, അതിനുശേഷം അത് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്വർണം എല്ലാം കൂടെ ഞങ്ങൾ പെട്ടിക്കത്തു. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ വന്നിട്ട് വിൽക്കണം, വിറ്റിട്ട് കർത്താവിന്റെ വേലക്കാർക്ക് കൊടുക്കണം, കർത്താവിന് വേല ചെയ്യണം, അങ്ങനെ ഓരോ കൺവെൻഷൻ നടത്തണം, അത് ഇത് പല പല പരിപാടികളായിട്ട് അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് ഇത്രയും വരുമ്പോൾ നമുക്ക് ഡ്യൂട്ടി കൊടുക്കണം. അപ്പൊ ഞങ്ങളുടെ പെട്ടിക്കകത്ത് ഇട്ടു. ഞങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങി. ആലോചിച്ച് നോക്കണം, ഞങ്ങൾ ഡ്യൂട്ടി കൊടുക്കാനുള്ള പൈസ ഞങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങി. എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ നല്ല വെള്ള വസ്ത്രം ധരിച്ച് ഞാനും എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളുമായി ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. ദൈവമക്കളെ, ദൈവം ഒരുക്കുന്ന വഴി മനുഷ്യരുടെ ബുദ്ധിക്ക് അപ്രമേയമാണ്. ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ, ഒരു 35-36 വയസ്സ് പ്രായം കാണും, ഞങ്ങളെ കാത്ത് ആ ഗ്രീൻ ചാനലിൽ വെയിറ്റ് ചെയ്യുകയാണ്. അറിയത്തില്ല. ഒരു പേപ്പർ കാണിച്ച ആ വ്യക്തി പേപ്പർ കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വിശ്വാസിയാണോ? ഞാൻ പറഞ്ഞു, ആണ്. നിങ്ങളെ കണ്ടതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആ വ്യക്തി പറയാണ്, നിങ്ങളെ കണ്ടത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആരാണോ ഞങ്ങള്? എനിക്ക് പോലും അറിയത്തില്ല, ഞങ്ങൾ ഇതുവരെ കാണാത്തൊരു വ്യക്തിയാണ്. ആ വ്യക്തി പറയാണ്, എന്റെ പുറകെ നിങ്ങൾക്ക് പോരെ, ഞങ്ങൾക്ക് പേടിയാണ്. കാര്യം ഞങ്ങളുടെ ഈ ഡ്യൂട്ടി അടിക്കുവാനുള്ള സകല സാധനവുമായിട്ട് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ഈ വ്യക്തി പറയുകയാണ്, എന്റെ പുറകെ വന്നോളാൻ. ഞങ്ങൾ ആ വ്യക്തിയുടെ പുറകെ ഞങ്ങള് ആ ചാനൽ കടക്കുകയും എന്റെ കണ്ണിന്റെ മുന്നിൽ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ആ വ്യക്തിയെ ഞാൻ കണ്ടിട്ടേയില്ല. ആ വ്യക്തിയെ ഞാൻ കണ്ടിട്ടേയില്ല, ഞങ്ങൾ കണ്ടിട്ടേയില്ല. ദൈവ പൈതലേ, അത് ഞങ്ങൾ വിറ്റ് കേരളത്തില് സുവിശേഷ വേല ചെയ്യും. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ദൈവത്തിന്റെ പദ്ധതി, ദൈവ വഴിയിൽ നാം നടക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവമക്കളെ, നമ്മൾ കർത്താവിന് ഒരിക്കലും ലഭിക്കുകയരുത്. നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവ പൈതലേ, എന്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ലോക്ക്ഡൌൺ സമയത്താണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ദൈവം എന്നോട് ഇടപെട്ടതും സംസാരിച്ചതുമായ കാര്യങ്ങൾ. എന്റെ ജീവിതത്തിലെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് മറക്കുവാൻ കഴിയില്ല. ചില ദിവസങ്ങൾക്ക് മുമ്പ് വ്യക്തമായി ശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി സംസാരിച്ചിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഇന്ത്യയിൽ പോയി 3 മാസം 4 മാസം കർത്താവിന്റെ വേല ചെയ്യും, മടങ്ങി വരും, ഇങ്ങനെയാണ്. എന്നാൽ ചില ആഴ്ചകൾക്ക് മുന്നേ ദൈവം വ്യക്തമായി എന്നോട് സംസാരിച്ചു, മകനെ, എന്റെ വചനമെടുത്തുകൊണ്ട് നീ പൂർണ്ണ സമയം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നോർത്ത് ഇന്ത്യക്ക് പൊക്കോ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. പൂർണ്ണ സമയം എന്റെ കർത്താവിന്റെ വയൽവേലയിലേക്ക് എന്നെ സമ്പൂർണമായി സമർപ്പിച്ചു. ഈ ഡിസംബർ 2-ാം തീയതി കർത്താവിന്റെ വചനവും എടുത്തുകൊണ്ട് ഞാൻ പൂർണ്ണ സമയം നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോവുകയാണ്. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഞാൻ വളരെ പ്രാർത്ഥിച്ചു. പ്രതിസന്ധിയുടെ മധ്യത്തിൽ എന്റെ കർത്താവിന്റെ വചനത്തിന് ഞാൻ മാറ്റം വരുത്തത്തില്ല. വല്ലപ്പോഴും ഇവിടെ വരും, അത്രമാത്രം. കർത്താവ് നമ്മളോട് പറയുന്നത്
നാം അനുസരിച്ച് കൊടുത്താൽ മതി. കർത്താവ് യഥാർത്ഥമായി നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. ഇന്ന് രാത്രി സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നാം അഭിമുഖീകരിക്കുന്ന ഏതെല്ലാം പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നമ്മുടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ കണ്ടുകൊണ്ട് നാം ഭയപ്പെടരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അത് വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കണം. നമ്മൾ പല വിഷയങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാലങ്ങൾ കഴിഞ്ഞുപോയി, സമയം കഴിഞ്ഞുപോയി എന്നും പറഞ്ഞ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു വിഷയവും എഴുതി തള്ളരുത്. പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നാം വിളിക്കുന്നത്. നമ്മുടെ ദൈവത്തിന്റെ പുസ്തകമായ തിരുവഴുത്തിൽ അസാധ്യമെന്നൊരു വാക്യമില്ല, അസാധ്യമെന്നൊരു വചനമില്ല. എല്ലാം ദൈവത്തിന് കഴിയും. അല്പം വൈകിയാലും ദൈവം പ്രവർത്തിക്കും. കുഞ്ഞുങ്ങളുടെ ജീവിതമായാലും നമ്മുടെ ജീവിതമായാലും നമ്മുടെ ശുശ്രൂഷയായാലും ദൈവം പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിക്കും. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. കർത്താവ് ഇത്രയും സമയം ദൈവജനത്തിന്റെ മധ്യത്തിൽ ദൈവം നടത്തിയ വഴികളും ദൈവത്തിന്റെ വചനവും നിങ്ങളുടെ മധ്യത്തിൽ ഷെയർ ചെയ്യുവാൻ എനിക്കൊരു അവസരം കൂടെ കർത്താവ് തന്നതിനായി സ്തോത്രം. അടുത്ത തിങ്കളാഴ്ചയും ഞാൻ ലൈനിൽ കടന്നു വരും. അത് കഴിഞ്ഞ് അടുത്ത ബുധനാഴ്ച ഞാൻ ഇന്ത്യയിലേക്ക് കടന്നു പോവുകയാണ്. അടുത്ത തിങ്കളാഴ്ച നമുക്ക് കാണാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ദൈവമേ, രാത്രി സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുകയാണ്. എന്റെ കർത്താവും എന്റെ ദൈവമായ യഹോവേ, കർത്താവിന്റെ ദാസനിൽ കൂടി ഈ അതിശക്തമായ ഈ ഡാലസ് പ്രേയർ കർത്താവ് നടത്തുവാൻ തന്റെ ദാസനെ കർത്താവ് കയ്യിലെടുത്തതിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ പ്രേയർ ഗ്രൂപ്പ് മുഖാന്തരം അനേകരുടെ ജീവിതത്തിലും അവരുടെ ക്രിസ്തീയ ജീവിതത്തിലും ദൈവം അവരെ അനുഗ്രഹിക്കണമേ. ഈ പ്രേയർ ഗ്രൂപ്പിൽ കടന്നു വരുന്ന എല്ലാ ദൈവമക്കൾക്കും അവരുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, അവരുടെ കുടുംബ വിഷയത്തിൽ, ഭൗതികമായ വിഷയത്തിൽ ദൈവമേ നീ വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ, തലമുറയെ പണിയുന്ന ദൈവമേ, കുടുംബത്തെ പണിയുന്ന ദൈവമേ, കുഞ്ഞുങ്ങളെ പണിയുന്ന ദൈവമേ, ശുശ്രൂഷകന്മാരെ പണിയുന്ന ദൈവമേ, നിന്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ പ്രയർ ഗ്രൂപ്പ് അടിയനും ഒരു അനുഗ്രഹം. ഇതിൽ കർത്താവെ അടിയനും പങ്കുചേരുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെയും ഈ പ്രയർ ഗ്രൂപ്പിലേക്ക് ഒരുക്കിയതിനായി ഞാൻ ദൈവത്തെ ഞങ്ങളുടെ ദൈവദാസൻ ജോസഫാസിനായും ഇതിന്റെ കൂടെയുള്ള സഹശുശ്രൂഷകന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് ഇത് വലിയൊരു പ്രവർത്തനമായി കർത്താവ് കണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച കർത്താവായ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. താങ്ക് യു വെരി മച്ച്. കുറച്ചോളം സമയമെടുത്ത് കർത്താവ് സ്തോത്രം അനുഭവത്തിൽ കൂടെ പറയുവാൻ തൊക്കെ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിശ്വസ്തനെന്ന് എന്നെ ശുശ്രൂഷ ഫലമേൽപ്പിച്ചിരിക്കുന്നു. എന്റെ ദാസനായ മോശയോ അങ്ങനെയുള്ളവനല്ല. അവൻ എന്റെ ഗ്രഹത്തിലെല്ലാം വിശ്വസ്തനാണ്. കർത്താവിന്റെ ദാസന് വിശ്വസ്തനെന്ന് തന്നെ ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇന്ത്യയിലേക്ക് പോകുന്ന യാത്രയ്ക്ക് വേണ്ടി നമുക്ക് വ്യക്തമായി പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവിന്റെ ദാസന് അവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ചിറകും കീഴിലായിരിക്കാൻ ദൈവം പറയുന്നതൊക്കെ ചെയ്തു തീർക്കണം. അതിനുവേണ്ടി കർത്താവിന്റെ ദാസന് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കണം. ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു.